കേരളമേറെ കേട്ട ആ മുദ്രാവാക്യങ്ങൾ അവസാനമായി വീണ്ടും VS-ന് വേണ്ടി എല്ലാവരും ഒത്തുചേർന്ന് വിളിക്കുകയാണ്. കണ്ണേ കരളെ VS-എ. ആ മുദ്രാവാക്യങ്ങൾ ആണ് ഇപ്പോൾ VS-ന്റെ അന്ത്യയാത്രയിൽ പാർട്ടി പ്രവർത്തകരാകെയും ഈ ആശുപത്രി പരിസരത്താകെ മുദ്രാവാക്യം വിളികളുമായി VS-നെ ആശുപത്രി പരിസരത്ത് നിന്ന് യാത്രയാക്കുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് VS-നെ എത്തിക്കുക. അവിടെ ഇന്ന് രാത്രി വൈകി അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. CPIM നേതാക്കളെല്ലാം അവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം മന്ത്രിമാർ എല്ലാവരും അവിടെ ഈ ആശുപത്രിയിലുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നു. അല്പസമയത്തിനകം ഈ മുദ്രാവാക്യം വിളികളോടെ പ്രിയ നേതാവിനെ അവിടെ നിന്ന് ഈ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അതിന് ആംബുലൻസ് സംവിധാനമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഈ സന്ധ്യാനേരത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3:30 VS-ന്റെ മരണം സംഭവിച്ചത്. മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ഡോക്ടർമാർ ഈ വിവരം അറിയിക്കുകയായിരുന്നു. അതിനു മുമ്പ് 3 മണിയോടുകൂടി മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും മന്ത്രിമാരുമൊക്കെ ആശുപത്രിയിലേക്ക് എത്തിയതാണ്. ഇപ്പോഴാണ് അവിടെ വെച്ച് ഈ ആശുപത്രിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് VS-നെ കുറിച്ച് അനുസ്മരിച്ചത്. അദ്ദേഹത്തിൻ്റെ 8.5 പതിറ്റാണ്ടിൻ്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതം അത് CPIM എന്ന പാർട്ടിയെ കരുപിടിപ്പിക്കുന്നതിൽ, ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റുന്നതിൽ ഏറ്റവും വളരെ സജീവമായി പ്രവർത്തിച്ച നേതാക്കളുടെ ആ നേതൃനിരയിലാണ് VS എന്ന് പറഞ്ഞുകൊണ്ട് അതേക്കുറിച്ച്, അതുപോലെ തന്നെ രാജവാഴ്ചക്കാലത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ VS-ന്റെ പങ്കാളിത്തം, ആ കാലം മുതൽ ഇങ്ങോട്ട് VS ഏറ്റെടുത്ത സമരജീവിതത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ മന്ത്രിമാരും ഒക്കെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ നിന്ന് അല്പസമയത്തകം പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളികളോടെ തങ്ങളുടെ പ്രിയ നേതാവിനെ ഈ ആശുപത്രിയിൽ നിന്ന് അവർ യാത്രയാക്കുകയാണ്. ആംബുലൻസും മറ്റും അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അതിനു മുമ്പായി നേതാക്കളെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. VS-ന്റെ മൃതദേഹത്തോടൊപ്പം തന്നെ അതിനെ അനുഗമിച്ച് മുന്നോട്ട് പോവുകയാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും എല്ലാം. ആ ആംബുലൻസ് അവിടെ നിന്ന് മെല്ലെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ SUT ആശുപത്രിയിലാണ് ഇതുള്ളത്. അവിടെ നിന്ന് ഏതാണ്ടൊരു AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്താൻ ഏതാണ്ട് പരമാവധി 5 കിലോമീറ്റർ, 3-4-5 കിലോമീറ്ററിനകത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നു അല്ലേ? തീർച്ചയായും ശരത്ത്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം ഇവിടെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയത്. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയതും. ഇപ്പോൾ ഇവിടെ നിന്നും ആംബുലൻസ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയുമാണ്. ഈ ആംബുലൻസിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, അതോടൊപ്പം തന്നെ ഈ ആംബുലൻസിന് ഒപ്പം തന്നെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും, മുതിർന്ന നേതാക്കളും ആശുപത്രിയിൽ നിന്ന് പാർട്ടി നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. തീർച്ചയായും പാർട്ടി നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇവിടെ പുറത്തേക്ക് മൃതദേഹം എത്തിച്ചത്. അതിനുശേഷമാണ് ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്നും AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് ശരത്ത്. ഇവിടെ നിന്നും മൃതദേഹവുമായി ഇവിടെ പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ അനുഗമിച്ചു തന്നെയാണ് ഈ മൃതദേഹം ഇവിടെ നിന്നും ഇപ്പോൾ ആശുപത്രിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ വലിയ ജനസഞ്ചയം തന്നെയാണ് VS-നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി, VS-ന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഇതിനകം അവിടെ കാത്തു നിൽക്കുന്നത്. ഏതായാലും AKG സെന്ററിൽ എത്ര സമയം വരെ പൊതുദർശനം നീളും എന്നുള്ളതിലൊന്നും ഒരു തരത്തിലുള്ള സമയക്രമവും ആ രീതിയിൽ പാലിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത്രത്തോളം ജനസഞ്ചയമാണ് അവിടെ. പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെയായി നിരവധി പേരാണ് ഇതിനകം തന്നെ അവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെല്ലാവരും VS-നെ കണ്ടതിന് ശേഷമായിരിക്കും അവിടെ നിന്നും മൃതദേഹം ലോ കോളേജ് ജംഗ്ഷനിലുള്ള വീട്ടിലേക്ക്
വീട്ടിലേക്ക് എത്തിക്കുക. അത് പക്ഷേ എപ്പോഴാകും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ആശുപത്രിയിൽ പോലും അത്രത്തോളം വലിയ ജനസഞ്ചയമാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് പുറമെ സാധാരണക്കാരായ നിരവധി പേരാണ് ഇവിടേക്ക് വി എസിനെ ഒരു നോക്ക് കാണുവാനും വി എസിന് അന്തിമോപചാരം അർപ്പിക്കുവാനും അന്ത്യാഭിവാദം അർപ്പിക്കുവാനും വേണ്ടി എത്തിയത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെ ഇപ്പോൾ വി എസിന്റെ അന്ത്യയാത്ര അത് ഇവിടെ നിന്നും പട്ടം SUT ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും നേരെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹത്തിന്റെ അവിടെ നിന്നുമായിരിക്കും ഇന്ന് രാത്രിയോടുകൂടി വീട്ടിലേക്കും അതിനുശേഷം നാളെ രാവിലെ വരെ 9 മണി വരെ വീട്ടിലായിരിക്കും. അതിനുശേഷം മൃതദേഹം അവിടെ നിന്നും ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി രാവിലെ 9 മണിയോടുകൂടി മാറ്റുന്നതായിരിക്കും. അവിടെയും ഈ പറയുന്നത് പോലെയാണ് ദർബാർ ഹാളിൽ എത്ര സമയം പൊതുദർശനം നീളും എന്നതിൽ ഒരു വ്യക്തതയും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ പൊതുദർശനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടെ നിന്നും നേരെ ആലപ്പുഴയ്ക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശരത്, ഇപ്പോൾ നേതാക്കൾ മാത്രമല്ല ലക്ഷക്കണക്കായ പ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാവരും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഇപ്പോൾ വി എസിൻ്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് ആ വാർത്തയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്.